ഹലോ, നമുക്കിതൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ? ഭയങ്കര രസമാണ് ആ സംഭവം ഉണ്ടാക്കാൻ. അത്യാവശ്യം ഇത് ഞാൻ എൻ്റെ ഒരു ബുദ്ധിയിൽ വന്ന രീതിയിൽ ഞാൻ ചെയ്തെന്നുള്ളൂ. അതിന് നമുക്ക് വേണ്ടതൊരു പ്ലെയിൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസൈൻ ഉള്ളതായാലും മതി. ഒരു പേപ്പറാണ്. അതിന് ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിന് കുറച്ചും കൂടി ഞാനത് ബുക്കിൽ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. A4 ഒക്കെ കഴിഞ്ഞു. അപ്പം ബുക്കിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് തന്നെ കുറച്ചൊരിതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് പോക്കി. എന്നിട്ട് നമ്മൾ ആ ഒരു അറ്റത്തു നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കണം. നമുക്കൊരു വീതിക്കനുസരിച്ച് നമുക്ക് വെട്ടി കൊടുക്കാം കേട്ടോ. അവിടെ അടിഭാഗത്ത് ഇതേമാതിരി ഇതാക്കിയതിന് ശേഷം നമുക്കൊരു ഫെവിഗ്ലൂ ഉപയോഗിച്ച് അതവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കണം. മൂന്നാമത്തെ മടക്കണ മുന്നേ നമുക്കതിങ്ങനെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് പോക്കണം. അത് ഞാൻ സിസറിട്ട് തപ്പിയപ്പം കിട്ടാനായിട്ട് ഞാൻ സ്കെയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് അതൊന്ന് പോക്കുക. ഇനി നമുക്ക് ഡിസൈന് വേണം. അതാണ് ഇനി മെയിൻ സംഭവം. ബുക്ക് മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഡിസൈൻ വേണം. പക്ഷെ അതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഇത്ര ഭാഗമായിട്ട് നമ്മളിങ്ങനെ വിടണം. ഇതേപോലെ ഒരു നീളത്തിലുള്ളൊരു ഭാഗം ഇങ്ങനെ വിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഭാഗം ആദ്യം നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് മടക്കുക. ആ ഭാഗം പിന്നെ ഇങ്ങനെ ഈ ഒരു സൈഡിലോട്ടേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കുക. അപ്പോൾ ഒരു പേജിൻ്റെ ഒക്കെ ഒരു വെക്കുന്ന ടൈപ്പ് സ്ഥലം കിട്ടും. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് നമുക്കിനി ബാക്കിലോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കാണ്ട് എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അങ്ങനെ ഇതുപോലെ കിട്ടും. ഒട്ടിച്ചും കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ അതിന്മേൽ വരച്ചു കൊടുക്കാം. പിക്ചറോ ഡിസൈനോ ഒക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പിക്ചറാണ് വരച്ചിട്ടുള്ളത്. ഇഷ്ടമുള്ളൊരു പിക്ചർ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പിക്ചർ വരച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഇനിയും ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കണം. ആ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഡിസൈനും ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതേമാതിരിയാണ് ആ ഒരു ഭാഗത്ത് ചെയ്തു. ഇനി ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഒരു മേഘം, കുറച്ച് സ്റ്റാർ, കുറച്ച് കുത്ത് അങ്ങനെയാണ് ഇട്ട് കൊടുത്ത്. സ്റ്റാറിനുള്ളിലൊക്കെ പിന്നെ കളർ കൊടുത്തു. പിന്നെ കുറേ ആൾക്കാർ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും നമുക്ക് കിട്ടാറില്ല. ഇനിയിപ്പോൾ എന്തുണ്ടാക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എത്രയോ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും നമുക്ക് ആകെ 58 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എല്ലാവരും കുറേ ആൾക്കാർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആരങ്ങനെ ലൈക്കൊന്നും അടിക്കണില്ല. അപ്പം എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ അടിച്ചതാക്കാം. നമുക്ക് ഞാനും ചെറിയൊരു വീഡിയോസൊക്കെ ചെയ്തു. അതിനൊരു ചെറിയ ലൈക്കൊക്കെ തന്നാൽ എനിക്ക് നല്ലതാണല്ലോ. അങ്ങനെ ഞാൻ അതിന് മൊത്തത്തിലൊക്കെ ഒന്ന് കളറൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ദിവസമായിട്ടും കുറേ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് ഇങ്ങനെ ഹൈലൈറ്റർ വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയായിട്ട് കിട്ടി. ഇനി ഒന്ന് വർക്കിംഗ് കാണാൻ കൂടി നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു ബുക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. ഒരു കഥാപുസ്തകമാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം എടുത്തിട്ട് ഞാനിങ്ങനെ സെറ്റാക്കാൻ നിന്ന ടൈമിലാണ് ഒരു സംഭവം ഞാൻ ചെയ്യാൻ മറന്നല്ലോ എന്നുള്ളത് എനിക്ക് ആ വെച്ച ടൈമിലാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കി. പിന്നെയാണ് ആ സംഭവം ചെയ്യാത്തതുകൊണ്ടാണെന്നുള്ളത്. കുറച്ച് നമ്മളിങ്ങനെ കീറി കൊടുത്തിട്ട് അവിടെ ഇതേപോലെ മടക്കി ഇതുപോലെ ആക്കി കൊടുക്കണം. ഇതാണ് ഫൈനൽ ലുക്ക് പറഞ്ഞാൽ. എന്നിട്ട് വേണം നമ്മൾ വെക്കാൻ. നമ്മൾ ആ സ്മൈലിൻ്റെ ഭാഗം ഇങ്ങനെ പുറത്തോട്ടേക്ക് ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ആ ഒരു ബുക്ക് പേജ് എവിടെ ഉള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പം ബൈ.